ടു ഈസി ചാപ്റ്റേഴ്സ്. നമ്മൾ നോക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഇത് പാർട്ട് 4 വീഡിയോ ആണ്. ഓൾറെഡി പാർട്ട് 3 പാർട്സ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ വെലോസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് വെലോസിറ്റിയാണിത്. അതായത് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, ഇവിടെ 2 കാറ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവരെ നോക്കിക്കേ, ഇപ്പോൾ ഇവർ തന്നിട്ടുള്ള മീറ്ററും അതായത് ഡിസ്പ്ലേസ്മെൻറ്റും അതേപോലെ അതിൻ്റെ ടൈമും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ നോക്കിയിട്ടാണ് ഇവിടുത്തെ ടൈമും നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റും കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി കാർ ബീൻ്റെ നോക്കിയേ, ഇവിടെ ഇപ്പോൾ 1 സെക്കൻഡ് ഡിഫറൻസ് ആണ്. ഇവിടെ എത്തിയപ്പോൾ ഇത്ര ഡിസ്റ്റൻസ്, അതായത് 20 മീറ്റർ ഡിസ്റ്റൻസും 1 ആണ് ഇവിടുത്തെ ഒരു സെക്കൻഡ് ആഡ് ആയത്. പക്ഷേ ഇവിടെ 20 മീറ്റർ ഡിഫറൻസുമാണ്. സോ ഇവിടെ ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ് ഒരു സെയിം പാറ്റേണിലല്ല പോകുന്നത് അല്ലേ. അതായത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ ഓൾവേസ് ദ സെയിം ആണോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ വെലോസിറ്റി നോക്കണം. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10/1 ദാറ്റ് ഇസ് 10. അതുതന്നെയായിരിക്കും ഇവിടെ ഈ സെക്കൻഡ് പൊസിഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിക്കേ, 20 ആണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ 20 - 10 ദാറ്റ് ഇസ് 10 ഡിവൈഡഡ് ബൈ 2 - 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷൻ നോക്കാം നമുക്ക്. 5th പൊസിഷൻ, ഇവിടെ ഫൈനൽ പൊസിഷൻ 50 ആണ്. സോ 50 - 40 എത്രയാണ് വരുന്നത്? ഡിവൈഡഡ് ബൈ ഈ 5 - 4 എത്രയാ? 5 - 4 എത്രയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം? 10/1 അല്ലേ, 10 അല്ലേ വരുന്നത്. സോ ഇവിടെ എല്ലാവിടെയും അതിൻ്റെ എന്ത് സെയിം ആണ്? അതിൻ്റെ വെലോസിറ്റി സെയിം ആണ് അല്ലേ. അതിൻ്റെ വെലോസിറ്റി സെയിം ആവുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ കാർ ബീൻ്റെ വെലോസിറ്റി ഒന്ന് ചെക്ക് ചെയ്തേ. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എടുത്ത് തന്നെ നമുക്ക് 10 ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ വെലോസിറ്റി. ഇനി നമുക്ക് ഈ പൊസിഷൻ എടുത്ത് നോക്കാം. എടുക്കുമ്പോൾ എങ്ങനെ ഡിസ്റ്റൻസ് വരുന്നത്? 60 - 40 വരുന്നുണ്ട് അല്ലേ. 40 ഡിവൈഡഡ് ബൈ ടൈം നോക്കിക്കേ, എത്രയാ? 4 - 3 അല്ലേ. ഇതെത്ര വാല്യൂ വരിക? 60 - 40 ദാറ്റ് ഇസ് 20 ഡിവൈഡഡ് ബൈ 1 ഇല്ലേ. എത്ര വന്നത്? 20 ആണ് വരുന്നത്. പക്ഷെ സ്റ്റാർട്ടിങ് നമുക്ക് 20 ആണോ കിട്ടിയേ? അല്ല ഇവിടുത്തെ ഫസ്റ്റ് നമുക്ക് എത്രയാണ് വന്നത്? 10. സോ ഇവിടെ ഡിഫറെൻറ്റ് വെലോസിറ്റീസാണ് വരുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെ സെയിം ആയിട്ട് വെലോസിറ്റി ഓരോ ഇൻ്റർവെൽസിലും വരുന്നതിനെയാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് വെലോസിറ്റി ആണ് ഓരോ ഇൻ്റർവെൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അതായത് an object moving in the same direction is in uniform velocity if the magnitude of the displacement is equal at equal intervals of time. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ അത് യൂണിഫോം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദ ടൈം ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വേറൊരു ഫിഗർ കൊടുക്കുന്നുണ്ട്, അതായത് കാർ സി അല്ലേ. ആ കാർ സിയുടെ നമുക്ക് വെലോസിറ്റി ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 0th പൊസിഷനും ഇതും നമ്മളുടെ വെലോസിറ്റി എത്രയായിരിക്കും? 10 m/s അല്ലേ. പിന്നെ സെക്കൻഡ് നോക്കിക്കേ. പക്ഷെ ഇവിടെ എന്ത് ചേഞ്ച് ആവുന്നുണ്ട്? ഇവിടെ എന്ത് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ വെലോസിറ്റിയും ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ വെലോസിറ്റി ചേഞ്ച് ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് ഈസ്റ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, വെസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ
വെലോസിറ്റി പോസിറ്റീവ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകുന്നൊരു ഫാക്ടർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡും ഡയറക്ഷനും ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റിയും എന്തായാലും ചേഞ്ച് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒന്ന് പോസ് ചെയ്ത ശേഷം ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർ എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റി ആണെന്നല്ലേ. എന്ന് വെച്ചാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡയറക്ഷൻ അതേപോലെ മാഗ്നിറ്റ്യൂഡും വെലോസിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും എന്താവുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. പക്ഷെ കാർ ബി അങ്ങനെയാണോ? കാർ ബിയിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നുണ്ട് ബട്ട് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ല അല്ലേ. സോ അവിടെ എഴുതേണ്ടത് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവും, ഡയറക്ഷൻ നോ ചേഞ്ച്. ഓക്കെ, അപ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നുണ്ട് പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, കാർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ലൈക്ക് വെലോസിറ്റി സെയിം ആണ് പക്ഷെ അവിടെ എന്ത് ചേഞ്ച് ആവുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കുമോ നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കുമോ? യൂണിഫോം വെലോസിറ്റി ആവണമെങ്കിൽ അത് സെയിം ഡയറക്ഷനിലായിരിക്കണം. പക്ഷെ ഇവിടെ ആണോ? അല്ല. സോ അത് നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. സോ അതിന് എക്സാമ്പിൾസ് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോൺ യൂണിഫോം ആണോ യൂണിഫോം നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി ടേബിൾ ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കി എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി, എന്താണ് യൂണിഫോം വെലോസിറ്റി എന്നൊക്കെ നോക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഫോം വെലോസിറ്റിയിൽ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി നോക്കാം. ഫസ്റ്റ് വണ്ണാണ് മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു ഹൈറ്റ് എന്നൊരു കല്ലിപ്പ് ഇങ്ങനെ താഴ്ത്തിക്കിടാണ്, അതിന് സെയിം വെലോസിറ്റി ആയിരിക്കും? ഇല്ല അല്ലേ. അപ്പോൾ നമ്മളതൊരു നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. ഇനി ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യാണ് വാക്വത്തിലൂടെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടോർച്ച് അടിക്കുകയാണെന്ന് വിചാരിക്കുക, അത് സെയിം സ്പീഡിലാണല്ലോ ലൈറ്റ് നമുക്ക് കാണാം. സോ ഇതെന്താണ്, ഒരു യൂണിഫോം വെലോസിറ്റിയാണ്. ഇനി ഒരു എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം എ ബസ് സ്റ്റോപ്പ് ആൻഡ് ഈസ് മൂവിങ് ഫോർവേഡ്. ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫ്രണ്ടിലോട്ട് മൂവ്. സെയിം വെലോസിറ്റി ആണോ? അല്ല, കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സീറോയിലായിരുന്നു ഉണ്ടായിരുന്നു, പിന്നെ അത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വെലോസിറ്റി വന്നു ഇല്ലേ. അതെന്താണ്, യൂണിഫോം അല്ലല്ലോ. അപ്പം നമുക്കിതെന്ത് എഴുതാം, നോൺ യൂണിഫോം വെലോസിറ്റി. ഇനി എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് യൂണിഫോം സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് യൂണിഫോം സ്പീഡും സെയിം ഡയറക്ഷൻ. അപ്പോൾ ഇതെന്താണ്, യൂണിഫോം വെലോസിറ്റി. ഇനി സ്വിങ്ങിങ് ഓൺ എ സ്വിങ്, നമ്മളൊരു ഊഞ്ഞാലാടുന്നത് സെയിം സ്പീഡിലാണോ, അതേപോലെ ഒരേ ഡയറക്ഷനിലോട്ട് തന്നെയാണോ നമ്മൾ ആടുന്നത്? നമ്മൾ ഇങ്ങനെയും ഇങ്ങനെയല്ല ആടുന്നത്. സോ അവിടെ ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് നോക്കി വെക്കണേ, കാരണം ഡെഫിനിഷൻ ചോദിക്കുന്ന സമയത്ത് ചില സമയത്ത് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച്.